ലഷ്കർ ഇ തൊയ്ബ ആഞ്ഞടിക്കുന്നു, പിന്നോട്ടില്ലെന്ന് സൈന്യം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഏറ്റുമുട്ടൽ ശക്തമായ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ സൈന്യത്തെ വിന്യസിച്ചു. ഏറ്റുമുട്ടൽ ഇന്ന് പുലർച്ചെയും തുടരുന്ന സാഹചര്യത്തിലും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡ്രോൺ നിരീക്ഷണത്തിൽ ഭീകരരുടെ ഒളിസങ്കേതം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. പുൽവാമയിൽ സുരക്ഷാ സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കാശ്മീരിലെ നിഹാമ മേഖലയിൽ ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് വെടിവയ്പ് നടന്നത്. ഭീകരരുടെ ഒളിസങ്കേതം തിരഞ്ഞു ചെന്ന സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തെക്കൻ കാശ്മീരിൽ ഇതിനു മുമ്പും ഭീകരർ സുരക്ഷാ സൈന്യവുമായി ഏറ്റുമുട്ടിയിരുന്നു. മെയ് 4 നടന്ന ഏറ്റുമുട്ടലിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ മുമ്പ് നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ലഷ്കർ ഇ തൊയ്ബ കൊടും ഭീകരൻ ബാസിദ് അഹമ്മദ് ദാർ ആയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും കൊലപാതകങ്ങളിൽ പങ്കുള്ള ഇയാൾക്ക് 10 ലക്ഷം രൂപയായിരുന്നു വിലയിട്ടിരുന്നത്. മോമിം ഗുൽസാർ, ഫാഹിം അഹമ്മദ് ബാബ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് ഭീകരർ. ഇതിനോടുള്ള പ്രതികാരം എന്ന നിലയിൽ പുൽവാമയിലെ സൈനിക ക്യാമ്പിലും കുൽഗാം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലും ഭീകരർ ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ഭീകരൻ ബാസിദ് അഹമ്മദ് ദാറിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്.